എനിക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. എഴുതുമ്പോൾ എൻ്റെ മുമ്പിൽ പത്രക്കാരില്ല, പ്രസാധകന്മാരില്ല, വായനക്കാരില്ല. ഇതെല്ലാം ഞാൻ എഴുതുന്ന കഥയുടെ ഭൗതിക ജീവിതത്തിൻ്റെ വശങ്ങളാണ്. എഴുതി തീർന്ന ശേഷമേ ഇതെല്ലാം വരുന്നുള്ളൂ. കഥയുടെ ആത്മീയ ജീവിതം എന്നിൽ തന്നെയാണ്, എൻ്റെ ഹൃദയത്തിലാണ് അത് മുളയ്ക്കുന്നത്. കിളിർക്കുന്നതും പടരുന്നതും പൂത്തു കയറുന്നതും എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. MD അദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതത്തെപ്പറ്റി ഓർക്കുന്നത് അങ്ങനെയാണ്. ഒരു പുതിയ കഥ ആത്മസംതൃപ്തിയോടെ എഴുതി തീർത്താൽ ആ നിമിഷത്തിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. ഇത് എനിക്ക് വിവരിക്കാവുന്നതിലധികം മധുരോദാരമായ ഒരു അനുഭൂതിയാണ്. ആ നിമിഷങ്ങൾക്ക് വേണ്ടി എത്ര വേദന സഹിക്കാനും തയ്യാറാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ നിമിഷങ്ങളിൽ ഞാൻ അദൃശ്യനാണ്. അതാണ് MD അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചോ? അതിനൊക്കെയുള്ള മറുപടി ഇതൊരു പ്രകൃതി നിയമമായിരിക്കാം എന്ന് ചുരുക്കി പറയുകയാണ്. ബൈബിളിലെ കൃഷിക്കാരൻ എറിയുന്ന വിത്തുകളെ ഓർമ്മിക്കുക. നമ്മളിൽ ചിലർ പട്ടാളക്കാരാകുന്നു, എഴുത്തുകാരാവുന്നു, മരക്കച്ചവടക്കാരാവുന്നു. പാരമ്പര്യത്തെ സംബന്ധിക്കുന്ന തത്വങ്ങളും ഭാവനയെപ്പറ്റിയുള്ള ജീവശാസ്ത്ര നിഗമനങ്ങളും ഇവിടെ വിലപ്പോവുന്നില്ല. നിങ്ങൾ എന്തിനെഴുത്തുകാരനായി എന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം, ആദ്യം മുതൽ ഞാൻ മറ്റൊന്നുമായിരുന്നില്ല. ഇതാണ് MD വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഇത്രയും നീണ്ട എഴുത്ത് ജീവിതത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശേഷിപ്പിക്കുന്നത്.